ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വട്ടം കൂട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് കർണാടക പിടിച്ചത്. എന്നാൽ ഇന്ന് ഒരു വലിയ വിവാദത്തിൽപ്പെട്ട് കർണാടക സർക്കാർ ആടിയുലയുമ്പോൾ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സംഘവും കടന്നുപോകുന്നത്. സംസ്ഥാന സർക്കാരിനെ പിടിച്ചുകുലുക്കിയ വിവാദമാണ് ഹണി ട്രാപ്പ് വിവാദം. കർണാടകയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത്ര പുതിയതൊന്നുമല്ല ഹണി ട്രാപ്പ് വിവാദങ്ങൾ. പല രാഷ്ട്രീയ ഉന്നതരെയും അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയതും ഇതേ കെണിയായിരുന്നു. എന്നാൽ ഇത്തവണ കർണാടകയിൽ കാര്യങ്ങൾ കൈവിട്ട മട്ടാണ് എന്നും പറയാം. ഒരു ഭരണകക്ഷി മന്ത്രി തന്നെ വെട്ടിത്തുറന്നു പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ സർക്കാരിനെയും ഭരണകക്ഷിയെയും വെട്ടിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ച വലിയ വിവാദങ്ങൾക്കാണ് കർണാടക സാക്ഷ്യം വഹിക്കുന്നതും. MLA-മാർ ഉൾപ്പെടെ 48 പേർ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെന്നും തന്നെയും സംഘം ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും സഹകരണ മന്ത്രിയായ KN രാജണ്ണ പറഞ്ഞത് നിയമസഭയിലായിരുന്നു. തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സഭ നിശ്ചലമാക്കിക്കൊണ്ട് BJP MLA-മാർ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള പതിവ് ഏറ്റുമുട്ടലുകൾക്കും അപ്പുറം കോൺഗ്രസിനുള്ളിലെ അധികാര പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണോ ഈ വിവാദം എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ദേശീയ നേതാക്കൾ അടക്കം 48 പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്നായിരുന്നു സഹകരണ മന്ത്രി KN രാജണ്ണയുടെ ആരോപണം. വിജയപുര MLA ബസനഗൌഡ പാട്ടീൽ യജ്ഞലാണ് ആദ്യം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിന് മറുപടിയായി രാജണ്ണ തൊടുത്ത ആരോപണങ്ങളായിരുന്നു വിഷയത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്നും ദേശീയ നേതാക്കൾ അടക്കം ഈ വിധത്തിൽ കുടുക്കിയിട്ടുണ്ടെന്നും മന്ത്രി തുറന്നു പറയുകയായിരുന്നു. വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ആഭ്യന്തരമന്ത്രിക്ക് പരാതി സമർപ്പിക്കുമെന്നുമെല്ലാം സഭയിൽ സംസാരിക്കവേ രാജണ്ണ പറഞ്ഞിരുന്നു. രാജണ്ണയുടെ മകൻ രാജേന്ദ്ര ഈ വിഷയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ നേരിൽ കണ്ട് ബോധിപ്പിച്ചിരുന്നു. DGPക്ക് പരാതി നൽകുവാനായിരുന്നു മുഖ്യന്റെ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യത്തിൽ വലിയ തിടുക്കമൊന്നും മന്ത്രിയും മകനും പിന്നീട് കാണിച്ചതുമില്ല. സാമ്പത്തിക വർഷം അവസാനമായതിനാൽ ജോലി തിരക്കാണ് പരാതി നൽകുന്നതിൽ വൈകാൻ കാരണമെന്നാണ് വിഷയത്തിൽ മന്ത്രി നൽകുന്ന വിശദീകരണം. സഭയിലെ ബഹളത്തിനും വാഗ്വാദങ്ങൾക്കും അപ്പുറം രാജണ്ണയുടെ ഭൂതകാലം പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഈ വിഷയത്തിന് പിന്നിലുള്ള ഉൾക്കളികളെ കുറിച്ചുള്ള സൂചന പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി അടുത്തു നിൽക്കുന്ന നേതാക്കളിൽ ഒരാളാണ് രാജണ്ണ. സിദ്ധരാമയ്യ ജനതാദളിൽ ഉണ്ടായിരുന്ന കാലം മുതലേ അടുപ്പം ഇരുവർക്കുമുണ്ട്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ DK ശിവകുമാറിന്റെ കടുത്ത വിമർശകനുമാണ് ഈ പറയുന്ന സഹകരണ മന്ത്രി. ഒരു നേതാവിന് ഒരു പദവി എന്ന പ്രഖ്യാപിത നയം പാർട്ടിയിലുള്ളപ്പോഴും ശിവകുമാർ വ്യത്യസ്ത അധികാരങ്ങൾ കൈയാളുന്നതിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചതും ഇതേ രാജണ്ണയായിരുന്നു. എന്തായാലും സാമുദായിക സമവാക്യങ്ങളാണ് പലപ്പോഴും കർണാടക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്നത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൃത്യമായി സ്വാധീനിക്കാനാകുന്ന തലത്തിൽ പ്രബലമാണ് സംസ്ഥാനത്തെ ജാതി രാഷ്ട്രീയമെന്നും നോക്കിക്കാണേണ്ട കാര്യം തന്നെ. സിദ്ധരാമയ്യക്ക് രാജണ്ണയ്ക്ക് ഇത്ര പ്രിയപ്പെട്ടനാകുന്നതും സമുദായത്തിന് വേണ്ടി ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ്. രാജണ്ണയ്ക്ക് പുറമെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുമുള്ള മന്ത്രിമാരായ സതീഷ് ജാർക്കിഹോളി, G പരമേശ്വര, HC മഹാദേവപ്പ എന്നീ നേതാക്കളും DK ശിവകുമാറിന്റെ കടുത്ത വിമർശകർ തന്നെ. സംസ്ഥാന കോൺഗ്രസിന് മേൽ ഉയർന്നു വരുന്ന DK ആധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്നവരാണ് ഈ നേതാക്കന്മാർ. സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും പുറമെ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്ന മറ്റൊരാളാണ് ആഭ്യന്തരമന്ത്രി G പരമേശ്വര. അധികാര കസേര ഉറപ്പിക്കുന്നതിന് തന്റെ ഊഴവും കാത്തിരിക്കുന്നതിനിടയിലേക്കാണ് പരമേശ്വരയെ വെട്ടിലാക്കിക്കൊണ്ട് നടി രന്യ റാവുവിന്റെ സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നത്. രന്യയുമായി നേരിട്ടുള്ള ബന്ധമൊന്നുമില്ലെങ്കിലും ഇവരുടെ രണ്ടാനച്ഛൻ പരമേശ്വരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഹണി ട്രാപ്പ് ആരോപണവുമായി രംഗത്ത് വരേണ്ട സാഹചര്യങ്ങളൊന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ ആവശ്യമായ തെളിവുകളും പുറത്തു വന്നിട്ടില്ല. ഇവിടെയാണ് ഈ ഹണി ട്രാപ്പ് വിവാദം DK ശിവകുമാറിനെ കുടുക്കുവാനുള്ള നീക്കമാണോ എന്ന ചോദ്യം ഉയരുന്നത്. അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും കൃത്യമായി കൊള്ളേണ്ടവർക്ക് കൊള്ളുന്ന മറുപടിയായിരുന്നു DK ശിവകുമാർ ഈ വിഷയത്തിൽ നൽകിയത്. നിങ്ങൾ തിരിച്ചു പ്രതികരിക്കുന്നതിനെ കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് DK തുറന്നടിക്കുകയായിരുന്നു. നിങ്ങൾ ഹലോ പറഞ്ഞാൽ അവർ അതേ ഭാഷയിൽ മറുപടി പറയും. മറിച്ച് നിങ്ങൾ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അവർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാണ് DK വിവാദങ്ങളെ അടക്കി നിർത്തുന്നത്.